നമസ്കാരം, സ്വാഗതം ഫസ്റ്റ് റൗണ്ടപ്പിലേക്ക്. പ്രധാന വാർത്തകൾ. മലപ്പുറത്ത് ലഹരി സംഘത്തെ പിടികൂടിയ ക്ലബ് അംഗങ്ങൾക്ക് വധഭീഷണി. പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന മീഡിയ വൺ വാർത്തയ്ക്ക് പിന്നാലെ പോലീസ് ഉണർന്നു. വീട്ടിൽ കയറി കൊല്ലുമെന്ന ലഹരി മാഫിയയുടെ ഭീഷണി സന്ദേശം മീഡിയ വണ്ണിന്. അന്റെ കട്ടകാലം തുടങ്ങി കഴിഞ്ഞു ഒന്ന് ചൂടിക്കോ, അങ്ങനെ പഞ്ഞിക്ക് ഇടുന്ന് പറഞ്ഞാൽ ഇടും. ഇജ്ജ് ബെർലിൻ മണ്ണിക്കോ, ഈ നോമ്പൊന്നും തീർ. ഷിബിലയെ ഭർത്താവ് യാസറിന്റെ കൊലക്കത്തിക്ക് എറിഞ്ഞുകൊടുത്തത് പോലീസ് എന്ന സഹോദരി സന. ഷിബിലയെ കൊലപ്പെടുത്തുമെന്ന് പരാതി നൽകിയിട്ടും പോലീസ് അനങ്ങിയില്ലെന്ന് ഗുരുതര ആരോപണം. പരാതിന് മുകളിൽ ഒരു തവണ സ്റ്റേഷനിൽ രണ്ടു കൂട്ടിനും വിളിച്ചിരുത്തിയെന്നല്ലാതെ അവിടെ അങ്ങോട്ടുള്ള ഒരു മൂവ്മെൻറ്റ് പോലീസ് നടത്തിയില്ല. കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടതിൻ്റെ തീർത്തും ഉത്തരവാദി പോലീസാണെന്നുള്ളത് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടുണ്ട്. പോലീസിൻ്റെ അലംഭാവത്തിനെതിരെ ബന്ധപ്പെട്ടവർക്ക് പരാതി തരും. മുഴപ്പിലങ്ങാട് BJP പ്രവർത്തകൻ സൂരജ് വധക്കേസിൽ 9 CPM പ്രവർത്തകർ കുറ്റക്കാർ. പ്രതിപട്ടികയിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരൻ മനോരജ് നാരായണനും TP കേസ് പ്രതി TK രജീഷും. 10ാം പ്രതിയെ വെറുതെ വിട്ടു. ശിക്ഷാവിധി തിങ്കളാഴ്ച. സംസ്ഥാന BJPയിലെ സമവാക്യങ്ങൾ തകിടം മറിച്ച് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ രാജീവ് ചന്ദ്രശേഖർ. മറ്റന്നാൾ നോമിനേഷൻ നൽകും. കെ സുരേന്ദ്രൻ പിന്മാറിയില്ലെങ്കിൽ മത്സരത്തിന് കളമൊരുങ്ങും. ഏറ്റുമുട്ടൽ ഒഴിവാക്കാനുള്ള നീക്കവുമായി കേന്ദ്രം. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനുള്ള കേന്ദ്ര വായ്പ വിനിയോഗിക്കുന്നതിനുള്ള സമയം നീട്ടി നൽകിയെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ. മാർച്ച് 31 എന്നത് ഡിസംബർ 31 വരെ നീട്ടിയെന്ന് കേന്ദ്രം കോടതി അറിയിച്ചു. പുനരധിവാസത്തിലെ വായ്പാ വിനിയോഗത്തിന്റെ സമയപരിധിയിൽ വ്യക്തത വരുത്തി സത്യവാങ്മൂലം നൽകാത്തതിൽ കേന്ദ്ര സർക്കാരിനെ അതിരൂക്ഷമായാണ് കോടതി വിമർശിച്ചത്. കാര്യങ്ങൾ നിസ്സാരമായി എടുക്കരുതെന്നും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കരുതെന്നും ഡിവിഷൻ ബെഞ്ച് കേന്ദ്രത്തെ ഓർമ്മിപ്പിച്ചു. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം അനുവദിച്ച വായ്പയ്ക്ക് മാർച്ച് 31 കേന്ദ്രം സമയപരിധി നിശ്ചയിച്ചത്. ഇത് പ്രായോഗികമല്ലെന്ന് സംസ്ഥാനം കോടതിയെ അറിയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ 3 ആഴ്ചയ്ക്കകം മറുപടി സത്യവാങ്മൂലം നൽകാൻ കേന്ദ്രത്തോട് കോടതി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ യഥാസമയം സത്യവാങ്മൂലം നൽകാത്തതിനാണ് ഡിവിഷൻ ബെഞ്ച് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകനോട് ക്ഷുഭിതരായത്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കരുതെന്ന് ഓർമ്മിപ്പിച്ച കോടതി ഡൽഹിയിലുള്ള ഉദ്യോഗസ്ഥൻ ഹൈക്കോടതിയുടെ മുകളിലാണോ എന്നും ചോദിച്ചു. വായ്പാ വിനിയോഗത്തിന്റെ തീയതി മാർച്ച് 31 നിന്ന് ഡിസംബർ 31 മാറ്റിയെന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചു. ഇത് സംബന്ധിച്ച് തിങ്കളാഴ്ച തന്നെ സത്യവാങ്മൂലം നൽകാനും കോടതി കർശന നിർദ്ദേശം നൽകി. ചില ബാങ്കുകൾ വായ്പ തിരിച്ചുപിടിക്കാൻ നടപടി തുടങ്ങിയെന്നും ഇക്കാര്യത്തിൽ കേന്ദ്രം അന്തിമ തീരുമാനമെടുത്ത് കോടതിയെ അറിയിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. മീഡിയ വൺ, കൊച്ചി. കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി JP നഡ്ഡയുമായുള്ള കൂടിക്കാഴ്ച വിവാദത്തിൽ മാധ്യമങ്ങൾക്കെതിരെ മന്ത്രി വീണ ജോർജ്. ചില മാധ്യമങ്ങൾ തന്നെ ക്രൂശിക്കാൻ ശ്രമിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. വീണ ജോർജിനെ ആക്രമിക്കുന്നത് രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ ആരോപിച്ചു. വീണ ജോർജിന് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ അവസരമൊരുക്കാമെന്ന് ജെബി മേത്തർ MP മീഡിയ വണ്ണിനോട് പറഞ്ഞു. ആശാസമരത്തിൽ കേന്ദ്രമന്ത്രി JP നഡ്ഡയുമായുള്ള കൂടിക്കാഴ്ചാ ശ്രമം പരാജയപ്പെട്ട് കൊച്ചിയിലെത്തിയപ്പോഴായിരുന്നു മന്ത്രി വീണ ജോർജിന്റെ മാധ്യമങ്ങൾക്കെതിരെയുള്ള വിമർശനം. കേന്ദ്രമന്ത്രിയെ കാണുന്നതിന് അനുമതി തേടിയത് എന്നാണെന്ന ചോദ്യത്തിന് വീണ ജോർജ് കൃത്യമായ മറുപടി പറഞ്ഞില്ല. പക്ഷേ മാധ്യമ വിമർശനത്തിനോ ഒട്ടും കുറവുണ്ടായില്ല. അങ്ങനെ ഒരു അപ്പോയിൻമെന്റ് തേടിയത് കുറ്റകരമാണ്, ആ അപ്പോയിൻമെന്റ് തേടിയതിനകത്ത് പ്രശ്നമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. വീണ ജോർജിനെ പ്രതിരോധിച്ചുകൊണ്ട് LDF കൺവീനർ TP രാമകൃഷ്ണൻ രംഗത്തെത്തി. കേന്ദ്രത്തിൽ നിന്ന് പരമാവധി സഹായം കിട്ടുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദം ചെലുത്തുക ഇനിയും തുടരാൻ പോവുക. അങ്ങനെയുള്ള ഒരു അർജൻസി വന്നിട്ടുണ്ട് ഈ പ്രശ്നത്തിൽ. ആ അർജൻസിയും കൂടിയും പരിഗണിച്ചുകൊണ്ടാണ് ഡൽഹിക്ക് മന്ത്രിയെ കാണാൻ വേണ്ടി പോയത്. അതിന് വേറൊരു വ്യാഖ്യാനം കൊടുക്കുന്നത് ശരിയല്ല. ആശാസമരത്തിൽ നിരാശയോടെ മടങ്ങിയ മന്ത്രിയെ സഹായിക്കാൻ തയ്യാറാണെന്ന് ജെബി മേത്തർ MP മീഡിയ വണ്ണോട് പറഞ്ഞു. കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി JP നഡ്ഡാജിയോ അല്ലെങ്കിൽ അതേപോലെ ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനെയോ ഒക്കെ ഒഫീഷ്യലി പോയി കാണണമെങ്കിൽ നമ്മളൊക്കെ അതിനോടൊപ്പം ആശാവർക്കർമാരുടെ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി, കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി, അവരുടെ കൂടി തീരുമാനങ്ങൾ ഇതിൽ എടുപ്പിക്കുന്നതിന് വേണ്ടി മന്ത്രിയോടൊപ്പം പോകാൻ ഞങ്ങൾ തയ്യാറാണല്ലോ. മീഡിയ വൺ, കൊച്ചി.
കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നഡ്ഡയുമായി കൂടിക്കാഴ്ച നടത്താൻ മന്ത്രി വീണ ജോർജിന് അടുത്തയാഴ്ച അവസരം നൽകും. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നഡ്ഡയെ യു.ഡി.എഫ് എംപിമാർ കാണും. ആശമാരുടെ സമരം ഉൾപ്പെടെ നഡ്ഡയെ അറിയിച്ചേക്കും. യു.ഡി.എഫ് എംപിമാർ അല്പസമയത്തിനകം നഡ്ഡയുമായി കൂടിക്കാഴ്ച നടത്തും. സജു തോമസ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. സജു, സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രിക്ക് ജെ.പി. നഡ്ഡയെ കാണാനുള്ള അനുമതി ലഭിച്ചിരുന്നില്ല, സമയം ലഭിച്ചിരുന്നില്ല. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ യു.ഡി.എഫ് എംപിമാർ നഡ്ഡയുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ളത് കൂടിയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയാവും? ജിൽസി, എന്തായാലും ഇന്ന് പാർലമെന്റിൽ പ്രത്യേകിച്ച് ലോക്സഭയിൽ KC വേണുഗോപാൽ MP ആണ് ഈ ആശമാരുടെ വിഷയം ഉന്നയിച്ചത്. അതിന് തൊട്ട് പിന്നാലെയാണ് ജെ.പി. നഡ്ഡയുടെ മറുപടി പറഞ്ഞത്. അതായത് സാംക്രമിക രോഗമായിട്ടുള്ള ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയം ഇപ്പോൾ മറുപടി പറയാൻ സാധിക്കില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ കൃത്യമായി എന്റെ ചേംബറിൽ വന്ന് അറിയിക്കാമെന്ന് പറയുകയും അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ യു.ഡി.എഫ് എംപിമാർ അല്പസമയത്തിനകം ജെ.പി. നഡ്ഡയുടെ ചേംബറിലേക്ക് പോകുമെന്ന് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഇന്നലെ എത്തിയപ്പോൾ ആരോഗ്യമന്ത്രി എന്തായാലും ജെ.പി. നഡ്ഡയുമായിട്ടുള്ള മീറ്റിംഗിന് അനുമതി ലഭിച്ചിരുന്നില്ല. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നിപ്പോൾ യു.ഡി.എഫ് എംപിമാരുടെ നീക്കം. പ്രത്യേകിച്ച് രാഷ്ട്രീയമില്ലാതെ തന്നെ ഈ ആശമാരുടെ വിഷയത്തിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു നീക്കുപോക്ക് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു നടപടി ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് യു.ഡി.എഫ് എംപിമാർ ഈ വിഷയമൊക്കെ പാർലമെന്റ് ഇരു സഭകളിലും ഉന്നയിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് രാവിലെ ഇപ്പോൾ ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചത്. എന്തായാലും ഈ വിഷയത്തിൽ ഇന്നിപ്പോൾ ജെ.പി. നഡ്ഡ എന്താണ് പറയുന്നത് എന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ആരോഗ്യമന്ത്രിയുമായിട്ടുള്ള നേരത്തെയുള്ള ഈ വിഷയങ്ങളുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ തന്നെ ഈ ആശമാരുടെ ഇൻക്രിമെന്റ് വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യം കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഇവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ജെ.പി. നഡ്ഡ യു.ഡി.എഫ് എംപിമാർക്ക് ഇപ്പോൾ അവസരം നൽകിയിരിക്കുന്നത്. എന്തായാലും അടുത്ത ആഴ്ചയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ജെ.പി. നഡ്ഡ കാണാനുള്ള അവസരം നൽകിയിരിക്കുന്നത്. ഇന്നലെ വന്നപ്പോൾ ഈ വിഷയം ഉന്നയിച്ചെങ്കിൽ പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ മറുപടി പറയാൻ ആരോഗ്യമന്ത്രിക്ക് സാധിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് അനുമതി മുൻപ് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ അവരുടെ മറുപടി അത്തരത്തിലായി പോയതും. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ അടുത്ത ആഴ്ച എന്തായാലും ആരോഗ്യമന്ത്രി വീണ ജോർജിന് ജെ.പി. നഡ്ഡയെ കാണുവാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ശരി, സജു തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാപ്രവർത്തകരുടെ അനിശ്ചിതകാല നിരാഹാര സമരം 2ാം ദിവസവും തുടരുന്നു. സമരത്തിനെതിരെ ഇടതു നേതാക്കൾ ഇന്നും കൂട്ടത്തോടെ രംഗത്തിറങ്ങി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം ആരംഭിച്ചിട്ട് 40 ദിവസം പിന്നിടുന്നു. നിരാഹാര സമരം 2ാം ദിവസത്തിലേക്ക്. സമരപ്പന്തലിൽ ആശാപ്രവർത്തകരുടെ ദൃഢനിശ്ചയത്തിന് ഒട്ടും കുറവില്ല. കഷ്ടപ്പെടുന്ന ആ വേളയിൽ സ്വന്തം ശമ്പളമാണ് EMS നമ്പൂതിരിപ്പാട് തൊഴിലാളികൾക്ക് കൊടുത്തത്. പിന്നീട് അദ്ദേഹം വളരെ നാള് ശമ്പളം വാങ്ങാതെയാണ് ആ മന്ത്രിസഭ ഓരോ പ്രാവശ്യവും കഴിഞ്ഞത്. അങ്ങനെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർത്തിക്കൊണ്ടുവന്ന് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് അധികാരികൾ അന്ന് ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചവരാണ്. ഇന്ന് ആർക്ക് വേണ്ടിയാണ് ഇവർ മത്സരിക്കുന്നത്? സമരം അവസാനിപ്പിക്കാൻ കേന്ദ്ര ഇടപെടൽ തേടുകയാണ് സംസ്ഥാന സർക്കാർ. ഈ ആഴ്ചയിൽ തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നഡ്ഡയെ കണ്ട് വിഷയം ചർച്ച ചെയ്യുമെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഫേസ്ബുക്കിൽ കുറിച്ചത്. എന്നാൽ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരെ അധിക്ഷേപിക്കുന്ന പ്രസ്താവനകൾ ഇന്നും ഇടതു നേതാക്കൾ ആവർത്തിച്ചു. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന സമരം എന്ന് പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ സമരം. കേരളത്തിലെ ഇടതുപക്ഷ വിരുദ്ധരാകെ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായിട്ട് ആ സമര മേഖലയിൽ ഏതാനും ആശാപ്രവർത്തകരെ കൊണ്ട് ഇരുത്തിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ കണ്ടാൽ മതി. ആ സമരത്തിന് ആശമാരുടെ സമരത്തിനെതിരല്ല, അല്ലെങ്കിൽ ആശമാരുടെ ആവശ്യങ്ങൾക്കെതിരല്ല. പക്ഷേ ആരോടാണ് സമരം ചെയ്യേണ്ടത്? സെൻട്രൽ ഗവൺമെൻറ് തരാനുള്ള വിഹിതമാണ് ഇനി തരേണ്ടത്. അതുകൊണ്ട് നമ്മൾ സമരം ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടാണ്. കൂലി കൂട്ടിച്ചോദിക്കുന്നവരുടെ ജാതകം നോക്കേണ്ടതില്ലെന്നായിരുന്നു സമരസമിതിയുടെ മറുപടി. പണിയെടുക്കുന്ന തൊഴിലാളികൾ വന്ന് കൂലി കൂടുതൽ ചോദിക്കുമ്പോൾ അവരുടെ ജാതകം ചോദിക്കുന്നത് ആരുടെ ലക്ഷ്യമാണ്? അതുകൊണ്ട് അതൊക്കെ മതിയാക്കുക. മറിച്ച് ചോദിച്ചിരിക്കുന്ന കൂലി, മിനിമം കൂലി, അത് CIT അടക്കം ആവശ്യപ്പെടുന്ന മിനിമം കൂലിയാണ്. അത് ഞങ്ങൾക്ക് തരണം. വാദപ്രതിവാദങ്ങൾ തുടരുന്നതിനിടെ 40ാം ദിവസവും സമരത്തിന് പിന്തുണയർപ്പിച്ച് സമരപ്പന്തലിലേക്ക് എത്തുന്നവരുടെ എണ്ണത്തിൽ കുറവില്ല. മീഡിയ 1 തിരുവനന്തപുരം. സെക്രട്ടേറിയറ്റിനു മുന്നിലെ അങ്കണവാടി പ്രവർത്തകരുടെ അനിശ്ചിതകാല സമരം 5ാം ദിവസത്തിൽ. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള അങ്കണവാടി പ്രവർത്തകർ സമരപ്പന്തലിലെത്തി. INTUCയുടെ കീഴിലുള്ള ഇന്ത്യൻ നാഷണൽ അങ്കണവാടി എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് സമരം. സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക, ഓണറേറിയം 21,000 വർദ്ധിപ്പിക്കുക, ഓണറേറിയം ഒറ്റത്തവണയായി ലഭ്യമാക്കുക അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം.
മലപ്പുറം തുവൂരിൽ മയക്കുമരുന്ന് സംഘത്തെ പിടികൂടിയ ക്ലബ് പ്രവർത്തകർക്ക് നേരെ വധഭീഷണി. തുവൂർ ഗാലക്സി ക്ലബ് പ്രവർത്തകർക്ക് നേരെയാണ് ലഹരി മാഫിയ സംഘത്തിന്റെ ഭീഷണി. പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്ന മീഡിയ വൺ വാർത്തയ്ക്ക് പിന്നാലെ പോലീസ് ക്ലബ് പ്രവർത്തകരെ കണ്ട് നടപടി ഉറപ്പു നൽകി. മീഡിയ വൺ ഇംപാക്ട്. അന്റെ കട്ടകാലം തുടങ്ങി കഴിഞ്ഞു ഒന്ന് ചൂടിക്കോ. അങ്ങനെ പന്നിക്ക് ഇടുന്ന് പറഞ്ഞാൽ ഇടും. ഇജ്ജ് ബെർലി മണ്ണിക്കോ ഈ നോമ്പൊന്നും തീർ. കേട്ടാൽ അറയ്ക്കുന്ന തെറിയഭിഷേകത്തോടെയാണ് ലഹരി മാഫിയ സംഘത്തിന്റെ ഭീഷണി. വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുമെന്നും ഭീഷണിയിൽ പറയുന്നു. ഈ മാസം ആദ്യം ക്ലബ്ബ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തുവൂരിൽ ലഹരി മാഫിയ സംഘത്തെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. പുറത്തിറങ്ങിയ സംഘം ഭീഷണി തുടരുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 14-ന് കരുവാരക്കുണ്ട് പോലീസിൽ പരാതി നൽകിയെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല എന്നാണ് ആക്ഷേപം. എന്നാൽ ഇന്ന് രാവിലെ മീഡിയ വൺ വാർത്ത പുറത്തുവിട്ടതോടെ പോലീസ് തുവൂരിലെത്തി ക്ലബ്ബ് പ്രവർത്തകരെ കണ്ട് നടപടി സ്വീകരിക്കുമെന്ന് അറിയിക്കുകയായിരുന്നു. ക്ലബ്ബ് പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തിയ സമയത്ത് നിരന്തരം നമ്മൾ CIനെയും അതുപോലെ സ്റ്റേഷനിലൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലും അവരെത്തിയിട്ടില്ല. പക്ഷെ ഇന്ന് ഒരു പരാതി ഒന്നും കൊടുക്കാതെ തന്നെ അവരത് അന്വേഷിക്കാൻ എത്തിയത് ഈ മീഡിയ വണ്ണിന്റെ വാർത്തയ്ക്ക് ശേഷം. മീഡിയ വൺ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ക്ലബ്ബ് പ്രവർത്തകർക്ക് പിന്തുണയുമായി നിരവധി പേരാണ് രംഗത്ത് വന്നത്. മീഡിയ വൺ മലപ്പുറം. ഈങ്ങാപ്പുഴ ഷിബില വധക്കേസിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി ബന്ധുക്കൾ. കൊലപ്പെടുത്തുമെന്ന യാസർ ഭീഷണിപ്പെടുത്തിയെന്ന് രേഖാമൂലം പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല. വസ്ത്രം കത്തിച്ച വിവരം അറിയിച്ചപ്പോൾ സംഭവത്തെ നിസ്സാരവൽക്കരിക്കുകയാണ് പോലീസ് ചെയ്തത്. പോലീസിന്റെ അലംഭാവത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നും ബന്ധുക്കൾ പറഞ്ഞു. പോലീസെങ്കിലും ഇവിടെ വന്നൊന്ന് നോക്കിയില്ലെങ്കിൽ ഓനെ പിടിച്ചു കൊണ്ടുപോയിനെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. കഴിഞ്ഞ മാസം 28-നാണ് ഷിബില താമരശ്ശേരി സ്റ്റേഷനിലെത്തി രേഖാമൂലം പരാതി നൽകുന്നത്. പരാതിക്ക് പിന്നാലെ ഒരു തവണ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു എന്നതിനപ്പുറം ഒരു നടപടിയും പോലീസ് സ്വീകരിച്ചില്ല. ഓളും ഉപ്പയും കൂടി പോയി കൊടുത്തതാണ്. പരാതിയിലൊക്കെ പറഞ്ഞേക്ക് പോലീസ് അന്നപ്പോ വന്നിട്ടൊന്നുമില്ല. ഷഹബാസ് മോന്റെ കാര്യവുമായിട്ട് തിരക്കിലായിരുന്നു എന്ന് പറഞ്ഞ SI. വസ്ത്രം കത്തിച്ച കാര്യം വിളിച്ചു പറഞ്ഞപ്പോൾ സംഭവത്തെ നിസ്സാരവൽക്കരിക്കുകയായിരുന്നു പോലീസ്. കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടതിന്റെ തീർത്തും ഉത്തരവാദി പോലീസാണെന്നുള്ളത് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടുണ്ട്. പോലീസിന്റെ അലംഭാവത്തിനെതിരെ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകും. കൊലപാതകം നടക്കുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിലും പോലീസിനോട് സഹായം ആവശ്യപ്പെട്ടിരുന്നു. ആ 28-ാം തീയതി കൊടുത്ത പരാതിന് മുകളിൽ പോലീസ് ഈ വീടൊന്ന് സന്ദർശിക്കണ്ടേ? ജസ്റ്റ് ആ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ രേഖാപരമായി തന്ന പരാതിൻ്റെ മുകളിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? പ്രതിൻ്റെ വീട്ടിലും വാദിയുടെ വീട്ടിലും ഒന്ന് പോയി കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ പോയാൽ പോരാ. എന്തെങ്കിലും ഒരു ചെറിയ നടപടി എടുക്കണ്ടേ? ഒന്ന് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്ന പണിയല്ലാണ്ട് ഒരു പണിയെടുത്തില്ല. പോലീസിനെതിരെ മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും പരാതി നൽകാനൊരുങ്ങുകയാണ് കുടുംബം. മീഡിയ വൺ കോഴിക്കോട്. സംസ്ഥാനത്ത് ട്രെയിൻ വഴിയുള്ള ലഹരി കടത്തിൽ വൻ വർധന. കഴിഞ്ഞ വർഷം ആകെ പിടികൂടിയ മയക്കുമരുന്നിന്റെ 75% അളവ് ഈ വർഷം ആദ്യ 2 മാസങ്ങളിൽ പിടികൂടി. തിരുവനന്തപുരം ഡിവിഷനിലെ കണക്ക് മാത്രമാണ് പുറത്തുവന്നത്. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്തിനകത്തേക്കുള്ള മയക്കുമരുന്ന് കടത്തിന്റെ പ്രധാന മാർഗമായി ട്രെയിനുകൾ മാറുകയാണോ? ഈ വർഷം ജനുവരിയിലും ഫെബ്രുവരിയിലും ട്രെയിനുകളിൽ നിന്ന് പിടിക്കപ്പെട്ട മയക്കുമരുന്നിന്റെ അളവ് നൽകുന്ന സൂചന അതാണ്. 2024 ട്രെയിനിൽ നിന്ന് ആകെ പിടികൂടിയത് 559 കിലോ മയക്കുമരുന്നാണ്. 2,85 ലക്ഷം രൂപ വരും ഇതിന്റെ വിപണി വില. 55 കാരിയർമാരെയും ഇതോടൊപ്പം RPF പിടികൂടി. എന്നാൽ 2025 ആയപ്പോൾ കടത്തിന്റെ അളവ് കൂടുന്നതാണ് കാണുന്നത്. 2025 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ മാത്രം 421 കിലോ മയക്കുമരുന്ന് ട്രെയിനുകളിൽ നിന്നും പിടികൂടി. അതായത് കഴിഞ്ഞ വർഷം ആകെ പിടികൂടിയതിന്റെ 75% ആദ്യ 2 മാസങ്ങളിൽ തന്നെ പിടികൂടിയെന്നർത്ഥം. ലഹരിക്കടത്ത് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പരിശോധനകൾ കർശനമാക്കണമെന്ന ആവശ്യവും ശക്തമാണ്. റെയിൽവേ കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ 2025 കാര്യക്ഷമമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഇത് കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തേണ്ടതായിട്ടുണ്ട്. പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ റെയിൽവേ ഒരുക്കേണ്ടതും കൂടുതൽ ഡ്രഗ് കാരിയേഴ്സിനെ അറസ്റ്റ് ചെയ്യേണ്ടതുമായിട്ട് ബന്ധപ്പെട്ട് ഡോഗ് സ്ക്വാഡിനെ ഡിപ്ലോയ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. വരുന്ന ZRUCC മീറ്റിംഗിലും ഈ വിഷയം കാര്യക്ഷമമായിട്ട് തന്നെ ഉന്നയിക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന്റെ കണക്ക് മാത്രമാണ് പുറത്തു വന്നത്. പാലക്കാട് ഡിവിഷന്റെ കണക്കൂടി പരിഗണിച്ചാൽ മയക്കുമരുന്ന് കടത്തിന്റെ വ്യാപ്തി ഇനിയും വർദ്ധിക്കും. ട്രെയിനുകളിലെ പരിശോധനയും നിരീക്ഷണവും കർശനമാക്കിയില്ലെങ്കിൽ കേരളത്തിലേക്ക് മയക്കുമരുന്നുകൾ നിർലോഭമൊഴുകും. സഞ്ജു പറ്റമലിനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ വൺ, കോഴിക്കോട്.
കളമശ്ശേരി പോളിടെക്നിക്കിൽ കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ കോളേജിന്റെ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചു. അധ്യാപക സമിതി അറസ്റ്റിലായ വിദ്യാർത്ഥികളുടെ മൊഴിയെടുത്തു. കഞ്ചാവ് ഇടപാടിൽ പങ്കില്ലെന്ന് SFI പ്രവർത്തകനായിരുന്ന 3ാം വർഷ വിദ്യാർത്ഥി അഭിരാജ് മൊഴി നൽകി. കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിൽ കഞ്ചാവ് പിടികൂടിയതിന് പിന്നാലെയായിരുന്നു കോളേജ് ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചത്. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള 4-അംഗ അധ്യാപക സമിതി വിദ്യാർത്ഥികളുടെ മൊഴികളാണ് ആദ്യം രേഖപ്പെടുത്തുന്നത്. ഹോസ്റ്റലിലെ കഞ്ചാവ് വിൽപ്പനയിൽ ബന്ധമില്ലെന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട അഭിരാജ് ആർ പറഞ്ഞു. പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖും ഷാലിഖും കഞ്ചാവ് കച്ചവടം ചെയ്തിരുന്നവരാണെന്ന് തനിക്കറിയില്ലായിരുന്നു. കോളേജ് പഠനകാലത്തുള്ള പരിചയമാണ് ഇരുവരുമായിട്ടുള്ളതെന്നും അഭിരാജ് മൊഴി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ ഹോസ്റ്റലിലെ വിവിധ കമ്മിറ്റികളുടെ ചുമതലയുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ മൊഴിയും രേഖപ്പെടുത്തും. കേസിൽ അറസ്റ്റിലായ 3ാം വർഷ വിദ്യാർത്ഥികളായ അനുരാജ്, ആകാശ് എന്നിവർ ജയിലിലാണ്. ഇവരുടെ മൊഴി പിന്നീട് എടുക്കും. കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറിയായ അഭിരാജിന്റെ ക്ലാസ് ഇന്നുകൊണ്ട് പൂർത്തിയായി. 25-നാണ് പരീക്ഷ ആരംഭിക്കുക. അഭിരാജിന് പരീക്ഷ എഴുതുന്നതിൽ തടസ്സമുണ്ടാകില്ല. മീഡിയ 1 കൊച്ചി. നാദാപുരം പേരോട് MIM ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. +1 വിദ്യാർത്ഥി മുഹമ്മദ് റിഷാനാണ് മർദ്ദനമേറ്റത്. ഷർട്ടിന്റെ ബട്ടൺ ഇട്ടിട്ടില്ലെന്നും താടി വടിച്ചിട്ടില്ലെന്നും പറഞ്ഞായിരുന്നു മർദ്ദനം. കല്ലാച്ചി വളയം റോഡിൽ വിദ്യാർത്ഥികൾ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. കണ്ണൂർ മുഴപ്പിലങ്ങാട് BJP പ്രവർത്തകൻ എളമ്പലായി സൂരജ് വധക്കേസിൽ 9 CPM പ്രവർത്തകർ കുറ്റക്കാർ. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരനും TP കേസ് പ്രതി TK രജീഷുമടക്കം ആദ്യ 6 പ്രതികൾ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തതായും കോടതി കണ്ടെത്തി. പ്രതികൾക്കുള്ള ശിക്ഷ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തിങ്കളാഴ്ച വിധിക്കും. 2005 ഓഗസ്റ്റ് 7-ന് മുഴപ്പിലങ്ങാട് ടൗണിൽ വെച്ച് ഓട്ടോറിക്ഷയിലെത്തിയ ഒരു സംഘം CPM പ്രവർത്തകർ സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്. 2 പതിറ്റാണ്ട് പൂർത്തിയാവാൻ മാസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് കേസിൽ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയുന്നത്. ആകെ 12 പ്രതികളാണ് കേസിലുണ്ടായിരുന്നത്. ഇതിൽ 12 പ്രതികൾ വിചാരണയ്ക്കിടെ മരിച്ചു. 10ാം പ്രതിയെ കുറ്റക്കാരനല്ലെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടു. 2 മുതൽ 6 വരെ പ്രതികളായ TK രജീഷ്, NV യോഗേഷ്, K ഷംജിത്ത്, PM മനോരാജ്, N സജീവൻ എന്നിവർ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തതായും കോടതി കണ്ടെത്തി. 7 മുതൽ 9 വരെ പ്രതികളായ V പ്രഭാകരൻ, KV പത്മനാഭൻ, M രാധാകൃഷ്ണൻ എന്നിവർക്കെതിരെ ഗൂഢാലോചന കുറ്റവും തെളിഞ്ഞു. 11ാം പ്രതി പുതിയപുരയിൽ പ്രദീപിനെതിരെ പ്രതികളെ ഒളിവിൽ കഴിയാൻ സഹായിച്ചെന്ന കുറ്റമാണ് കണ്ടെത്തിയത്. 10ാം പ്രതി നാഗത്താൻകോട്ട പ്രകാശിനെ കുറ്റക്കാരനല്ലെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടു. 2 മുതൽ 9 വരെ പ്രതികൾക്കെതിരെ 6 വരെ പ്രതികൾക്കെതിരെ 9 മുതൽ 6 വരെ പ്രതികൾക്കെതിരെ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തതിന് 143, 147, അതായത് ആയുധം ഉപയോഗിച്ച് വെട്ടിപ്പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തി എന്നും ആയുധം ഉപയോഗിച്ചു എന്നും നിയമവിരുദ്ധമായി ആയുധം ഉപയോഗിച്ചു എന്ന കൃത്യത്തിനാണ് അവർക്കെതിരെയുള്ള കോടതി കുറ്റം കണ്ടെത്തിയിരിക്കുന്നത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 2 പ്രതികളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നും തുടരന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു കേസിൽ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചത്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പിടിയിലായ TK രജീഷ് നൽകിയ കുറ്റസമ്മത മൊഴി പ്രകാരം രജീഷിനെയും PM മനോരാജിനെയും കേസിൽ ഉൾപ്പെടുത്തി അനുബന്ധ കുറ്റപത്രം നൽകി. കേസിൽ 28 സാക്ഷികളെ വിസ്തരിച്ചു. 51 രേഖകളും ഹാജരാക്കി. മീഡിയ 1 കണ്ണൂർ. എറണാകുളം ജില്ലാ ജയിലിലെ ഫാർമസിസ്റ്റിന്റെ പരാതിയിൽ ഡോക്ടർ ബെൽന മാർഗരറ്റിനെതിരെ ജാതി അധിക്ഷേപത്തിന് കേസെടുത്തു. ഫാർമസിസ്റ്റായ യുവതി ഇൻഫോപാർക്ക് പോലീസിൽ നൽകിയ പരാതിയിലാണ് കേസ്. യുവതി ഉപയോഗിച്ച കക്കൂസ വീണ്ടും കഴുകിപ്പിച്ചു, പുലിയർക്ക പാടത്തെ പണിക്ക് പോയാൽ പോരെ എന്ന് ആക്ഷേപിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് പരാതിയിലുള്ളത്. തൃക്കാക്കര ICPക്കാണ് കേസിന്റെ അന്വേഷണ ചുമതല. BJP സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കച്ചമുറുക്കി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. മറ്റന്നാൾ നോമിനേഷൻ നൽകും. ഇതുവരെ പിന്മാറാൻ തയ്യാറാകാത്ത K സുരേന്ദ്രനും നോമിനേഷൻ നൽകിയാൽ മത്സരത്തിന് കളമൊരുങ്ങും. നിലവിലെ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രനും മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനുമാണ് നിലവിൽ മത്സരരംഗത്ത്. പ്രഹ്ലാദ് ജോഷിയാണ് റിട്ടേണിംഗ് ഓഫീസർ. 24-ാം തീയതി തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കും. കൂടുതൽ പേർ പത്രിക നൽകിയാൽ വോട്ടെടുപ്പിലേക്ക് നീങ്ങും. അതേസമയം മത്സരം ഒഴിവാക്കാൻ BJP കേന്ദ്ര നേതൃത്വം ഇടപെടുമെന്നാണ് സൂചന. സുരേന്ദ്രന്റെ എതിർപക്ഷത്ത് നിൽക്കുന്നവർ രാജീവ് ചന്ദ്രശേഖരനെ പിന്തുണയ്ക്കാനാണ് സാധ്യത. അതേസമയം MT രമേശ്, ശോഭാ സുരേന്ദ്രൻ എന്നിവരുടെ പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. വോട്ടെടുപ്പിൽ റിട്ടേണിംഗ് ഓഫീസറുടെ തീരുമാനം നിർണായകമാകും. പത്രിക സമർപ്പിക്കാനുള്ള ദിവസത്തിന് മുൻപ് ഒറ്റപ്പേരിലേക്ക് എത്തി തെരഞ്ഞെടുപ്പ് ഒഴിവാക്കാനാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ തിരക്കിട്ട നീക്കങ്ങൾ. മീഡിയ 1 തിരുവനന്തപുരം. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8,270 രൂപ, പവന് 66,160 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6,825 രൂപ, പവന് 54,600 രൂപ. വെള്ളി ഗ്രാമിന് 110 രൂപ.
ഇടവേളയ്ക്ക് ശേഷം ഫാസ്റ്റ് ന്യൂസിൽ ഹരിഗോവിന്ദ്.